ഇറച്ചിക്കറി വെച്ചിട്ട് അതിൻ്റെ ചാറ് മാറ്റിയിട്ട് ഇറച്ചി എടുത്ത് ഫ്രൈ ചെയ്ത് അത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇറച്ചിക്കറിയും ഫ്രൈയും ആയി. പിന്നെ പൊറോട്ട ഗ്ലാസ്സിനകത്തോട്ടൊക്കെ ഒഴിച്ച് വെച്ച് ഫ്രിഡ്ജിൽ ഞാൻ കുറച്ച് തണുത്ത വെള്ളം വെക്കും, നേരത്തെ എടുത്ത് വെച്ചേക്കും. പിന്നെ എണ്ണയിലിട്ട് മുക്കി പൊരിച്ചതൊന്നും ഇതിനകത്തില്ല, പപ്സോ ഇതൊന്നും ഇല്ല. അതൊക്കെ കഴിച്ചാൽ നമുക്ക് പിന്നെ ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. നോമ്പ് മുറിച്ച പാട് നമ്മൾ ഈത്തപ്പഴവും ജ്യൂസും വെള്ളവും ഒക്കെ കഴിച്ചിട്ട് നമ്മൾ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇതെല്ലാം എടുത്ത് കഴിക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഫ്രൂട്ട് സാലഡിന്റെ റെസിപ്പിയാണ്. നോമ്പൊക്കെ ആകുമ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ഫ്രൂട്ട്സ് ഒക്കെ ഒരുപാട് കാണും. നമ്മുടെ ഇളയവരൊക്കെ മൂത്തവരുടെ വീടുകളിൽ ഒരു നോമ്പ് കാണൽ ചടങ്ങുണ്ട്. അവരെല്ലാം വാങ്ങിക്കൊണ്ട് വരുന്നത് ഫ്രൂട്ട്സുകളായിരിക്കും. ഒരുപാട് ഫ്രൂട്ട്സുകൾ കാണും. അപ്പം നമുക്ക് നോമ്പൊക്കെ ആകുമ്പോൾ ഇതുപോലെ നമുക്ക് തയ്യാറാക്കി വെച്ചിരുന്നാൽ നമ്മുടെ ഫ്രൂട്ട്സുകളൊന്നും ചീത്തയായി പോകും. അതിനായി ഞാനിവിടെ ഒരു ആപ്പിൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 2 പഴം, ഒരു മാങ്ങ, അരിയില്ലാത്ത മുന്തിരി. ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാം, പുളിയില്ലാത്ത ഫ്രൂട്ട്സുകളായിരിക്കണം. ഇനി നമുക്കൊരു പാത്രത്തിൽ 2 സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുത്ത് പാലിലൊന്ന് കലക്കിയെടുക്കാം. ഇത് വീട്ടിലില്ലെങ്കിൽ കോൺഫ്ലവർ പൊടിയോ കൂവപ്പൊടിയോ എടുക്കാം. ഇതെല്ലാം ഒന്ന് കലകി കഴിഞ്ഞിട്ടുണ്ട്. ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് വേറൊരു പാത്രം എടുത്ത് അടുപ്പിൽ വെച്ച് നമുക്ക് പാല് തിളപ്പിക്കാം. ഞാനൊരു 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്, അത് നമുക്ക് തിളപ്പിക്കാം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പാല് ചേർത്ത് പപ്പായ എന്ത് ചെയ്താലും അത് ശരിയാവത്തില്ല. കുറച്ച് കഴിയുമ്പോൾ, അല്ലെങ്കിൽ അന്നേരം നമ്മൾ തയ്യാറാക്കി അന്നേരം കുടിക്കണം. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് കയ്പ് ഇറങ്ങും അതിനകത്തുനിന്ന്. അതുകൊണ്ട് നമ്മൾ പപ്പായ ഇതിനകത്തുനിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പലയിടത്തും പല പേര് പറയും, പപ്പായ എന്ന് പറയും, കപ്പയ്ക്കാന്ന് പറയും, പലയിടത്തും പല പേരാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനകത്തോട്ട് കസ്റ്റാർഡ് പൗഡർ നേരത്തെ കലക്കി വെച്ചിരുന്ന ഇതിനകത്തോട്ട് ചേർത്ത് ഒന്നും കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. കൈ വിടാതെ തന്നെ ഇതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക, ഇല്ലെങ്കിൽ ചിലപ്പം ചവിട്ടി പിടിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പലർക്കും പല മധുരമായിരിക്കും, ചിലർക്ക് കൂടുതൽ വരും, ചിലർക്ക് കുറച്ച് മതി. ഞാൻ എല്ലാത്തിലും ഇച്ചിരി മധുരം കൂട്ടിയാണ് എടുക്കുന്നത്. അപ്പൊ ഞാൻ അതിലേക്ക് മധുരത്തിന് ആവശ്യമായ 1 കപ്പ് പഞ്ചസാരയോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച്, താല്പര്യത്തിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് കുറുവി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി അടുപ്പിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചൊന്ന് തണുക്കാൻ വെക്കാം. തണുത്തിട്ട് ഫ്രിഡ്ജിൽ 1 മണിക്കൂറോ 2 മണിക്കൂറോ വെച്ചിട്ട് നമ്മളിതായി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഫ്രൂട്ട്സുകളൊക്കെ, നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സുകളൊക്കെ ഇട്ട് കൊടുക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് ഈ പഴം ഇട്ട് കൊടുക്കാം, ആപ്പിൾ ഇട്ട് കൊടുക്കാം, മാങ്ങ അരിഞ്ഞത്, പുളിയില്ലാത്ത മാങ്ങ വേണം നമ്മൾ എടുക്കാം. നല്ല മധുരമുള്ള മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. മാതളം അതിട്ട് കൊടുത്ത്, ഇനി മുന്തിരിങ്ങ, അത് നല്ല അരിയില്ലാത്ത മുന്തിരിങ്ങയാണ്, നല്ല മധുരമുള്ളതാണ്. അത് ഞാനൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് 2-3 ആയിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒന്നും കൂടെ വേണമെങ്കിൽ ഒന്ന് ഫ്രിഡ്ജിലോട്ട് വെച്ച് ഒന്നും കൂടെ അങ്ങ് തണുപ്പിക്കാം. ഇതിങ്ങനെ തന്നെ കുടിക്കാനാണെങ്കിൽ നല്ലതാണിത്. ഇങ്ങനെ നമുക്ക് കുടിക്കാൻ പറ്റും. ഒന്നും കൂടെ നമുക്ക് തണുപ്പിച്ചിട്ട് വേണമെങ്കിലും കുടിക്കാം. നമ്മളിത് ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കാണാനൊക്കെ എന്ത് ഭംഗിയല്ലേ. നമ്മൾ കുറച്ച് മാതളം ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിന്റെ കാണാനൊരു ഭംഗിക്ക് വേണ്ടി അതും ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഐസ്ക്രീം നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, അതിന്റെ ആവശ്യമില്ല. വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിൽ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഐസ്ക്രീം ഇട്ട് അതിന്റെ മേളിൽ കുറച്ച് മാതളമൊക്കെ, ഒരു കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാതളമൊക്കെ ഇട്ട് നമുക്ക് എടുക്കാം. നിങ്ങളെല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇന്നത്തെ നമ്മുടെ നോമ്പ് തുറയുടെ ഫ്രൂട്ട് സലാഡ് റെഡി ആയിട്ടുണ്ട്. ബാക്കി ഐറ്റങ്ങളൊക്കെ ഉണ്ട്, നമുക്കൊന്ന് കാണാം. അപ്പൊ ഇന്നത്തെ എന്റെ നോമ്പ് മുറയ്ക്കുള്ള കാര്യങ്ങളാണ് ഇവിടെ നാക്കി നടക്കുന്നത്. ദാണ്ട ഒറട്ടി ഇറച്ചിക്കറിയാണ്. ഒറട്ടിയെല്ലാം റെഡിയായി കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇച്ചിരി ഇറച്ചിക്കറി വെച്ചിട്ടുണ്ട്. ആ ഇറച്ചിക്കറി വെച്ചിട്ട് അതിന്റെ ചാറ് മാറ്റിയിട്ട് ഇറച്ചി എടുത്ത് ഫ്രൈ ചെയ്ത് അത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇറച്ചിക്കറിയും ഫ്രൈയും ആയി. പിന്നെ പൊറോട്ട അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ദാണ്ട അതിന്റെ കറിയാണിത്, അതിന്റെ ഫ്രൈ ആണ് ഇത്. അപ്പം 2ഉം ആയി, ഫ്രൈയും ആയി, കറിയായി. ഒരു വെടിക്ക് 2 പക്ഷികൾ. ഇനി നമ്മൾ തണ്ണിമത്തങ്ങ ഒക്കെ എടുത്ത് ജ്യൂസ് ഒന്ന് തയ്യാറാക്കി വെക്കാം. അത് ഞാൻ ജ്യൂസൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്. ആ ജ്യൂസൊക്കെ നമുക്ക് സമയമാകുമ്പോൾ ഇതിനകത്തോട്ട് ഒഴിച്ച് വെക്കാം. ബാങ്ക് വിളിക്ക് ഇനി വലിയ സമയമൊന്നുമില്ല. അന്നേരം നമ്മൾ ഈ ഗ്ലാസ്സിനകത്തോട്ടൊക്കെ ഒഴിച്ച് വെച്ച് ഫ്രിഡ്ജിൽ ഞാൻ കുറച്ച് തണുത്ത വെള്ളം വെക്കും, നേരത്തെ എടുത്ത് വെച്ചേക്കും.
എന്നിട്ട് ആ വെള്ളമൊക്കെ ഒരേ ഗ്ലാസ്സിനകത്ത് ഇങ്ങനെ പകർന്ന് ഒഴിച്ച് വെച്ചേക്കാം നമുക്ക്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചായയൊക്കെ ഒഴിച്ച് വെച്ച് ബാങ്ക് വിളിക്കാൻ സമയമാകുമ്പം നമ്മളിതെല്ലാം തയ്യാറാക്കി വെച്ചേക്കും. പിന്നെ എണ്ണയിലിട്ട് മുക്കി പൊരിച്ചതൊന്നും ഇതിനകത്തില്ല, പപ്സോ ഇതൊന്നും ഇല്ല. അതൊക്കെ കഴിച്ചാൽ നമുക്ക് പിന്നെ ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. നോമ്പ് മുറിച്ച പാട് നമ്മൾ ഈത്തപ്പഴവും ജ്യൂസും വെള്ളവും ഒക്കെ കഴിച്ചിട്ട് നമ്മൾ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇതെല്ലാം എടുത്ത് കഴിക്കുന്നത്.